എൻ്റെ മക്കൾക്ക് നല്ല സുഖമുണ്ടല്ലേ കിടക്കാൻ. നല്ല പതുപതുത്ത സോഫ, വലിയ വീട്, വീട്ടിൽ നിറയെ ലൈറ്റ്, TV ഓണാക്കി വെച്ച് ഫാന് വിട്ട്, അച്ഛൻ ഗൾഫിൽ, അമ്മ എല്ലാ സാധനവും കൈവെള്ളയെ കൊണ്ട് തരുന്നത്. നല്ല സുഖമല്ലയോ? നല്ല സുഖമാ. അതിൻ്റെ അഹങ്കാരം നിനക്ക്. നിനക്ക് എത്ര സപ്ലൈ ഉണ്ടോ? 8 കുറവാ. 8 കുറവാ നിനക്ക്. തന്ത ഇഷ്ടം പോലെ പൈസ നിന്ന് അധ്വാനിച്ചു കൊണ്ട് തരുന്നുണ്ടല്ലോ. ഒരു വഹ പഠിക്കത്തുമില്ല, ഒരു ഗുണവും ഇല്ല. നീ ആ അപ്പുറത്തെ അപ്പൂനെ കണ്ടുപഠിക്കടാ. നിന്നെക്കാളും 3 വയസ്സിനുള്ള മൂപ്പയെ ചെറുക്കനുള്ളൂ. ആ ചെറുക്കൻ രാവിലെ എണ്ണീറ്റ് എക്സസൈസും ചെയ്ത് യോഗയും ചെയ്ത് വീട്ടിലെ ചെടിക്കും വെള്ളം ഒഴിച്ച് തന്തയും തള്ളയും നോക്കി വീട്ടിൽ പശുവിനെയും വളർത്തി അതിന് പുല്ലും വൈക്കോലും എല്ലാം കൊടുത്ത് അതിന്റെ ചാണകവും വാരിക്കൊണ്ട് വളവാക്കിയിട്ട് എന്നിട്ട് അവൻ സ്കൂളിലും കോളേജിലും പൊക്കോണ്ടിരുന്നത് അറിയാമോ? എന്നിട്ട് അവന് ഫസ്റ്റ് റാങ്ക്. എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് നന്നാവട്ടെ എന്ന് വെച്ചിട്ട് അവൻ്റെ ബുക്ക് തന്നെ വാങ്ങിച്ചത്. അവൻ ആ അണ്ടർലൈൻ ചെയ്തത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമല്ലോടാ നിനക്ക് ഡിസ്റ്റിങ്ഷൻ. ഒരു വഹ പഠിക്കത്തില്ല. ആ ചെറുക്കൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കടാ നീ. അതിനുള്ള യോഗ്യതയേ ഉള്ളൂ നിനക്ക്. എങ്ങനെയെങ്കിലും ഒന്ന് നന്നാവാ. അമ്മ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് അമ്മ പറയുന്നതാ, അവനെ കണ്ടുപിടി, അവന്റെ കാല് കഴുകി വെള്ളം കുടി. അമ്മ ഇത്ര ടോക്സിക് പാരന്റ് ആവാൻ പാടില്ല അമ്മേ. എന്നിട്ട് മക്കൾ അമ്മ പറഞ്ഞത് കേട്ടായിരുന്നോ? കേട്ടില്ലല്ലോ. അതാ പിന്നെയും പറയുന്നത്. ഇനിയെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവനെ കണ്ടുപടി, അവന്റെ കാല് കഴുകി വെള്ളം കുടി. എന്തോ ചെറുക്കന്. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അല്ലേ, നാളെ ആവട്ടെ. അവരുടെ അച്ഛൻ ഖത്തറിലാടാ. നീ വീട് കണ്ടോ? എൻ്റെ ചെറുപ്പത്തിൽ ചെറിയൊരു വീടായിരുന്നു. അവർ അച്ഛൻ അവിടെ പോയി പൈസയൊക്കെ ആയപ്പോഴത്തേക്ക് വീട് മൊത്തം റിനോവേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടേക്കുന്നുണ്ട്. സെറ്റ് ഡിസൈൻ അല്ലേ? നീ അകത്തോട്ട് കയറി നോക്കണം. കിടില ഇൻറ്റീരിയറാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാരാ ചെയ്ത്? നമ്മുടെ സനൂപ് പവഴേന്ദ്രൻ ഇല്ലേ, റീഗലാറ്റ് ഇൻറ്റീരിയർ, അവരെ ചെയ്ത് കൊട്ടാരക്കരയുള്ള സെറ്റ് വർക്ക്. അവരുടെ എല്ലാവർക്കും നീ ഒന്ന് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് കയറി നോക്കിയാൽ മതി. കിടലിന് എടാ ഇവിടെ അവനും അമ്മയും മാത്രമേ ഉള്ളൂ ഇപ്പോൾ? രണ്ടുപേരേ ഉള്ളു. പക്ഷേ ഇതിനൊരു കാര്യം അറിയാം, അവർ അമ്മയ്ക്ക് അവനെക്കാട്ടി കൂടുതൽ ഇഷ്ടം എൻ്റെ അടുത്താണ്. സത്യം, അത് സീരിയസ് ആയിട്ട്. നിനക്കൊരു കാര്യം അറിയാം, ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്നതിനെക്കാട്ടി മുമ്പേ ഇവരുടെ അമ്മയുടെ കാര്യങ്ങൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പറയാറുള്ളത്. അത്രയ്ക്ക് ഇഷ്ടം തന്നെ. അതൊരു ഭാഗ്യമല്ലോടാ. അപ്പുവേ, എന്തുകൊണ്ട്? ഒത്തിരി ആയി കണ്ടിട്ട്. ഇത് അഖിലല്ലയോ? ദേവരാജൻ കൊച്ചാട്ടന്റെ. അയ്യോ, എന്താ ചെയ്യുന്നു മോനെ ഇപ്പോ? ഞാൻ ഖത്തറിലാമേ. ജോലിയൊക്കെ ആയി. അമ്മ ഞങ്ങൾ 3 പേരോടായിരുന്നു ട്യൂഷന് പഠിച്ചത്. എനിക്കറിയാം. അവൻ പ്രായത്തിൽ കുറച്ചാണെങ്കിലും നിങ്ങളുടെ മൂത്തോരുടെ കൂടെ അല്ലായിരുന്നോ കമ്പനി? എനിക്ക് സന്തോഷം. അവനെന്തുവാ, അവനവിടെ കഴിച്ചിട്ട് കിടക്കണം ഉറങ്ങുന്നു. മക്കള് വാ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എടാ നീ നാട്ടിൽ വന്നാ? ഞാൻ വന്നിട്ട് 1 മാസമായി. നീ വലിയ ദുഫായിക്കാനായിട്ട് പേർശ്ശില മടങ്ങുന്ന സാധനം ഞങ്ങൾക്കില്ലേ? കൊണ്ടടാ തരാടാ, ഞാൻ അങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് വിശേഷം? എടേ നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങാതെ രാവിലെ എണ്ണിച്ച് എൻ്റെ കൂടെ യോഗ ചെയ്യാനോ എക്സസൈസ് ചെയ്യാനോ ജിമ്മിനോ എല്ലാം പാടാ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മക്കളെ. ഞാനിത് പറഞ്ഞു മടുത്തു. ഇവൻ അതൊന്നും വേണമെന്നൊന്നും ഇല്ല, അങ്ങനെ ചെയ്യത്തൊന്നുമില്ല. രാവിലെ എണ്ണീറ്റ് ഒരു എക്സസൈസോ കാര്യങ്ങളോ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു മടുത്തു. എത്ര സപ്ലൈ എഴുതാൻ കിടക്കുന്നുണ്ടെന്ന് ചോദിച്ചു നോക്കിയേ. മോൻ്റെ ബുക്ക് വാങ്ങിച്ച് വെറുതെ ഇവിടെ വെച്ചേക്കുവാ. എടാ സൂര്യനെ, ഞാൻ വന്നപ്പോൾ 95 കിലോ ഉണ്ടായിരുന്നു. ഇവൻ്റെ നിർബന്ധം കാരണം രാവിലെ നടക്കാൻ പോകുന്നുണ്ട്. ഇപ്പം 85 കിലോ ആയി. എടാ ഇതിൻ്റെ ഈ ബോണിൻ്റെ ഗ്രോത്ത് പ്ലേറ്റിന് എന്തോ പ്രശ്നമാണ്. ഭയങ്കര കംപ്ലൈൻറ്റാ നിനക്ക് എന്തോ കംപ്ലൈൻറ്റ്? നിനക്ക് തിമ്മന്തീനം അല്ലാതെ ഒരു ദീനവും നിനക്കില്ല. എൻ്റെ പൊന്നു മോനെ, ജനിച്ചപ്പോൾ ഇവൻ അണ്ടർ വെയിറ്റ് ആയിരുന്നു. ഇപ്പം ഇവനെ കൊണ്ടുണ്ടല്ലോ എനിക്ക് നിൽക്കാൻ വയ്യ. ഇവരെ തിന്നാനും കുടിക്കാനും കൊടുത്ത് എൻ്റെ നടു ഒടിഞ്ഞു. അമ്മ ഇനി എന്തോ ഇങ്ങനെ ഞാൻ ഇനി വരപോലാണോ നടക്കാൻ പോയിട്ട്? മെലിഞ്ഞതോ വണ്ണോ അല്ല ആരോഗ്യം. എടാ, ആരോഗ്യം എന്ന് പറഞ്ഞത് ഉള്ളിലുണ്ട്. നിനക്കൊന്നുമില്ല. നിനക്ക് അനങ്ങാൻ വയ്യ. സോഫയിൽ നിന്ന് അവൻ അനങ്ങത്തില്ല. നിന്റെ ബുക്ക് വാങ്ങിച്ച് ഇവിടെ വെച്ചേക്കും അപ്പുവേ. എന്നിട്ട് അവൻ സപ്ലൈ എഴുതിയെടുക്കാൻ ഇങ്ങനെ നടക്കും. ആ തന്ത അവിടെ കിടന്ന് അധ്വാനിക്കുന്നുണ്ടല്ലോ. ഇവന്റെ വെച്ച് വളർമ്പോൾ എൻ്റെ നടുടി ഞാൻ ഈ പ്രായമായി വരുവാ. ഇവനൊരു കല്യാണം കഴിക്കണ്ടായി. ആ ബോധമെങ്കിലും ഇവനുണ്ടോ? ഒരു ബോധവും ഇല്ല. നിങ്ങളൊക്കെ വേണം പറഞ്ഞ് മനസ്സിലാക്കാന്. സപ്ലൈ തന്നെ പാസ്സായിട്ടില്ലേ നീ? എൻ്റെ പൊന്നടാ, എത്ര നാളായടാ നീ എഴുതാൻ തുടങ്ങിയിട്ട്? എടാ ഈ വട്ടമെങ്കിലും പാസ്സാവണം കേട്ടോ. അമ്മേ ഞങ്ങൾ കൊണ്ടുവരും കേട്ടോ. എടാ കാണാം അമ്മേ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ വന്നയാ. ഞാനിതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അമ്മ എൻ്റെ വീട്ടിൽ പോലും പറയണ്ട. പോകുന്ന എൻ്റെ തലേ ദിവസം ഞാൻ പറയുന്നുണ്ട്. അമ്മേ, ഞാൻ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കാൻ പോകും. എന്തിന്റെ മക്കളെ? തൈക്കൊണ്ടോ ഞാൻ കൂടെ തരേണ്ടണം. എടാ ക്ലാപ്പ, നീ ഒന്ന് മിണ്ടായി. എന്നിട്ട്
അപ്പം അമ്മ എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ മക്കളെ നന്നായി വരട്ടെ മക്കളെ, എതിരാളി ഇടിച്ചിടാൻ മോന് പറ്റട്ടെ. സന്തോഷമായി മക്കളെ. അങ്ങോട്ട് ഇറങ്ങട്ടെ. ശരി മക്കളെ. അവന് മൊബൈൽ ശരിയാക്കണം. ആയിക്കോട്ടെ. ശരി മക്കളെ. അമ്മ ചോറ്. അവൻ പറഞ്ഞത് കേട്ടോ, അവന്റെ ചന്തി ഇച്ചിരി ഉപ്പും കൂട്ടി നീ കടി. എന്നാ അമ്മ ഇച്ചിരി ഉപ്പ് എടുത്തോണ്ട് കയ്യോടെ ഞാൻ അവന്റെ ചന്തി അങ്ങ് കടിക്കാം. എന്നെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ ഗതികേട്. ഇവനെ പെറ്റ സമയത്ത് കുറച്ച് വാഴ വെച്ചാൽ മതി. വാഴ പിന്നെ അമ്മ വെച്ചാൽ വാഴയും കൊലക്കത്തില്ല. ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ്. ഞാനിന്നൊരു റീൽ ചെയ്യാൻ പോവാണ്. എൻ്റെ എല്ലാ അമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റഡാണ് ഞാൻ ഈ റീൽ ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം അമ്മമാരെ നല്ലപോലെ സ്നേഹിക്കണം. ഞാനിന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോവാണ്. എൻ്റെ അമ്മയ്ക്കൊരു പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി. തുളസിയല്ല, പോച്ച. ഈ പോച്ചയല്ല ഒന്ന് പറിക്ക്. എന്താ അമ്മ ഞാൻ റീൽ എടുക്കൂലേ അമ്മേ? റീലെടുത്തു. ആരെ കാണിക്കാനാ? ഒരു വഹ പറഞ്ഞ അനുസരിക്കാത്തൊരു ചെറുക്കന്. ഓമനാമേ. ആഹാ അപ്പുവേ, എന്തോ മോനെ ഒന്നുമില്ല അമ്മേ. മൂക്കിന് എന്തോ പറ്റിയടാ? ഓ ഇതൊന്നും പറയണ്ട. ഞാൻ തൈക്കൊണ്ടേക്ക് പോയില്ലായിരുന്നു അമ്മേ. അതിന് പോയിട്ടൊരു കിക്ക് കിട്ടിയതാ. സീനായി. അപ്പൊ മക്കളെ മോന് സമ്മാനം കിട്ടിയില്ലയോ? കിട്ടിയില്ലെന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? മൂക്കിന് ആരുടെ അടുത്ത് ചാമ്പ്യൻ. മിണ്ടടാ മക്കളെ, അത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ. നല്ല സ്പിരിറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിച്ചിട്ടുണ്ട്. നോക്ക്. എടാ നീ കൂടുതൽ കളിയാക്കണ്ട. മാങ്ങയുള്ള മാവിലെ ആൾക്കാരെ കല്ലെറിയത്തുള്ളൂ. ആ മാവല്ല, അതുകൊണ്ട് തക്കാളി വല്ല പഴുത്തു കൊടുത്ത് തിരിപ്പുണ്ട്. ഇടിച്ച് പറിച്ചാ വിട്ടേക്കുന്ന. ഡാ നിർത്തടാ. നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? നീ ഇവിടെ കിടന്ന ആഹാരവും കഴിച്ച് ചള്ളാ പുള്ളാന്ന് പറഞ്ഞ് പരീക്ഷ പോലും എഴുതാതെ കിടക്കുമല്ലയോ? നീ പാസ്സായിട്ടുണ്ടോ? അവൻ അതുപോലല്ല. അവന് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൻ ഇതിനൊന്ന് പോയി തോറ്റെന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല. അല്ലേ മക്കളെ വിഷമിക്കണ്ട കേട്ടോ. അമ്മേ വേറൊരു കാര്യം കൂടെ പറയാനാണ് വന്നത്. അമ്മ വീട്ടിലൊന്നും പറയരുത്. എവിടുന്നേലും അറ കിട്ടി കാണും. എന്താടാ അമ്മ, ഞാൻ അമ്മയോടാ ആദ്യമായിട്ട് പറയുന്നേ. ഞാനൊരു വണ്ടി ബുക്ക് ചെയ്ത്. അതെന്താ മക്കളെ വീട്ടുകാരോട് പറഞ്ഞ? അവരല്ലേ വണ്ടി ബുക്ക് ചെയ്യുന്നത്? ഞാനമ്മ വണ്ടി ബുക്ക് ചെയ്തേ. മക്കളുടെ പൈസക്കോ? അവിടെ പൈസ എവിടുന്നാടാ? പൈസ ഞാൻ പശുവിനെ വിറ്റും പശുവിനെ കറന്ന് പാല് കൊടുത്തും പിന്നെ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നതാണ് സൂപ്പർ മാർക്കറ്റ്. ചാണാനൊക്കെ വിറ്റ് അങ്ങനെ സേവ് ചെയ്തുണ്ടാക്കിയ പൈസയാണ്. എങ്ങനെ സാധിക്കുന്നടാ? അമ്മയോട് ആദ്യം പറയുന്നേ, വണ്ടി എടുത്താലും അമ്മ എൻ്റെ കൂടെ ആദ്യം കയറണം, അനുഗ്രഹിക്കണം. അയ്യോ കണ്ണ് കിട്ടാതിരിക്കട്ടെ മക്കളെ. പൊന്നു നന്നായി വരട്ടെ. അയ്യോ ഇടയ്ക്ക് നിന്റെ തള്ളയുടെ കാലോടെ ഒന്ന് തൊട്ട് തൊടിച്ചെറുക്കാം. എടാ എൻ്റെ അമ്മയെക്കാട്ടി നല്ലപോലെ സ്നേഹിക്കുന്നുണ്ട് ഈ അമ്മ. ആദ്യം ഈ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കിയില്ല, നിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറും. മക്കളെ വെള്ള കളർ എടുക്കണേടാ. വെള്ളയെ ബുക്ക് ചെയ്തേക്കുന്നത്. എൻ്റെ മനസ്സ് അമ്മയ്ക്ക് അറിയാം. ചാക്കോ മാഷ് എൻ്റെ അപ്പനല്ലടാ, നിന്റെ അപ്പനാ. നിന്റെ അപ്പൻ. അമ്മ മൈൻഡ് ചെയ്യണ്ട. എന്നാ പോട്ടെ മക്കളെ ചെല്ല. എടാ ഇറക്കാൻ നീ ആ പുത്തലെടുത്ത് വെച്ച് വല്ലതും പഠിക്കടാ. 24 മണിക്കൂർ മൊബൈലും കണ്ട് തിന്ന് കുടിച്ചിങ്ങനെ കൊഴുത്ത് നടക്കുക. നീ അപ്പൂനെ കണ്ടു പഠിക്ക. എന്റെ ഒരു വിധി, ആ തോറ്റുപോയ സബ്ജക്റ്റ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കടാ. ഡേ നീ ഇവിടെ ജ്യൂസും കളിക്കൊണ്ടിരുന്നു കേട്ടോ. ആ ഒന്നെ അഖിലേ എന്തോ ഉണ്ട്? ഓ ഒന്നുമില്ല അമ്മ, സുഖമായിട്ടിരിക്കുന്നു. കുടിക്കാൻ വല്ലതും എടുക്കട്ടെ? ഒന്നും വേണ്ട. ഡേ നിന്നെ 2 ദിവസം കൊണ്ട് വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തത്? 24 മണിക്കൂറും മൊബൈലും നോക്കിയിരുന്ന് മുറിക്കകത്ത് കയറി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, ഫോൺ ഫ്ലൈറ്റ് മോഡിലാക്കിയിട്ടിട്ട്. ഞാൻ വിളിച്ചാൽ പോലും അവൻ കേൾക്കത്തില്ല. വിളിച്ച് മനുഷ്യന്റെ തൊണ്ടയിലെ വെള്ളം പറ്റി. അപ്പോഴാ. അല്ല മക്കളെ മോനെന്തിനാ വിളിച്ചേ? ഞാൻ നിൽക്കുന്ന കമ്പനി 100 വേക്കൻസി ഉണ്ടായിരുന്നു. ഇവൻ്റെ CV കിട്ടുമായിരുന്നു, കൊടുക്കായിരുന്നു. അതിനാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. വേണ്ട അമ്മ, ഞാൻ ഇവിടെ വല്ല ബിസിനസ്സും ചെയ്ത് ജീവിച്ചോളാം. ഫസ്റ്റ് ബിസിനസ് ചെയ്യാൻ ആകെപ്പാടെ തള്ളടം കൈ കുറച്ച് പൈസ ഉണ്ട്. ഇനി അതുകൂടെ മുടിച്ച് ഉമ്മത്തിരി വാക്ക് നീ. അല്ല മക്കളെ, അവർ പാസ്സാവാൻ സർട്ടിഫിക്കറ്റ് തരത്തില്ല. സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലേ അങ്ങോട്ട് പോകാൻ പറ്റൂ. ഓ അത് ശരിയാണല്ലോ, സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നു. ഒരു കാര്യം ചെയ്യും, അടുത്ത വരവിനാവട്ടെ, നീ ആ സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ എഴുതിയെടുത്ത് 8 സബ്ജക്റ്റ് എങ്ങാണ്ട് കിട്ടാനുണ്ട്. ഞാൻ പറഞ്ഞ് മനുഷ്യനെ തൊണ്ടയിലെ വെള്ളം പറ്റി. അവൻ ആ അപ്പൂനെ കണ്ടു പഠിക്കട്ടെ. ഇവനേക്കാളും 3 വയസ്സിനുള്ള മൂപ്പേ ആ ചെറുക്കനുള്ളൂ. ആ ചെറുക്കൻ ഇപ്പം സ്വന്തമായിട്ട് സമ്പാദിച്ച് കാറ് വാങ്ങിക്കാൻ പോവാ. ഇവൻ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ തള്ളയുടെ കണ്ണീര് കാണാൻ വേണ്ടിയിട്ട്. ആ വണ്ടി എടുപ്പ് നടക്കും തോന്നില്ലമ്മേ. എന്തു പറ്റി മക്കളെ? നമ്മുടെ അപ്പൂൻ്റെ അച്ഛനില്ലേ, പുള്ളിക്കാരെ കവുങ്ങ കയറിയതാ പാക്ക് പറിക്കാൻ. കവുങ്ങിൻ്റെ മണ്ടയ്ക്കും താഴെയുണ്ട്, നട്ടലിന് പൊട്ടലുണ്ട്. ആരും അതുകൊണ്ടല്ലോ. അയ്യോ ദൈവമേ, കഷ്ടമായി പോയല്ലോ ചെറുക്കൻ്റെ കാര്യം. ആശുപത്രി ഒന്ന് പോണ്ടേ? പോണം മക്കളെ. എന്നാ അമ്മ പോയി ചുമ്മാ, ഞാനിവിടെ വീട് നോക്കിയിരുന്നോളാം. എന്നാൽ പിന്നെ ഞാൻ കൊണ്ടുവരട്ടെ അമ്മേ. ഹോസ്പിറ്റലൊന്നും കാരണം അവൻ്റെ അച്ഛനും കാണണം. നീ ആ പേപ്പർ ക്ലിയർ ചെയ്യാൻ നോക്കട്ടോ.
ശരി അമ്മ. ശരി. കഷ്ടം. കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് ഇപ്പോഴാണ് ശ്വാസം നേരെ വിടുന്നത്. അച്ഛൻ്റെ വീഴ്ചയും ഹോസ്പിറ്റലും ചിലവും പൈസ ചിലവും മൊത്തത്തിൽ ക്ഷീണിച്ചമ്മേ. ക്ഷീണിച്ചിട്ടൊന്നുമില്ല, നീ ഒന്ന് കൊഴുത്തിട്ടുണ്ട്. അത് സാരമില്ല മക്കളെ, മനുഷ്യന് നല്ല സമയവും മോശം സമയവും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതുപോലൊരു ഗതികെട്ടനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അമ്മേ. മക്കൾ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും മക്കളെ. അതുകൊണ്ടിനിപ്പോൾ എങ്ങനെയുണ്ട്? അച്ഛന് കുഴപ്പമില്ല. അച്ഛനിപ്പം ഇച്ചിരി ഭേദമുണ്ട്, പക്ഷെ നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അമ്മേ. അമ്മ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ വന്നേ, എൻ്റെ കല്യാണം ഏകദേശം ഉറച്ച്. പൈസ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ജോലിയില്ലാത്ത കല്യാണം കഴിക്കാൻ പറ്റുമോ? ജോലിയൊന്നും കുഴപ്പമില്ല അമ്മേ, കാരണം ഞാൻ സ്നേഹിച്ച വേണ്ട. വീട്ടുകാർക്ക് ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവരിച്ചിരി റിച്ചാ. അപ്പം എനിക്ക് ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ജോലി വേണ്ടേ? അവിടെ വേറെ അനിയത്തിമാരും വല്ലതും ഉണ്ടോ? എന്തുകൊണ്ടാ? എനിക്കൊരു കല്യാണം നോക്കാൻ. നിന്നെ ഞാൻ കെട്ടിക്കുന്നേ ഇല്ല, നീ ആദ്യം സപ്ലി എഴുതിയെടുക്കാൻ നോക്ക്. എന്തുവാടാ നിനക്ക്? ചെറുക്കൻ്റെ മോനെ, ഈ പെങ്കൊച്ചിന് വല്ല ശമ്പളമൊക്കെ ഉണ്ടോ? നമുക്കൊരു 3-3.5 ലക്ഷം രൂപ ശമ്പളമുണ്ട്. അപ്പോൾ പിന്നെ പേടിക്കണ്ട മോന്, പതുക്കെ ജോലി നോക്കിയാലും മതിയല്ലോ, ആ കൊച്ചു നോക്കിക്കോളും മോനെ. പിന്നെ വീട്ടിലെല്ലാവരും ഒരേ നിർബന്ധം, അച്ഛൻ വയ്യാതെ കിടക്കും ഇല്ലയോ, വയ്യാതെ കിടന്ന് എത്ര നാളെന്ന് പറഞ്ഞാൽ പുള്ളി കിടക്കുന്നത്, പുള്ളിക്ക് കല്യാണം കാണാൻ ആഗ്രഹമില്ല എന്നൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സമ്മതിച്ചത്. അപ്പം ഈ ആഴ്ച അങ്ങോട്ട് പോകുന്നുണ്ട്, അമ്മയും കൂടെ വരണം എൻ്റെ കൂടെ. അയ്യോ മക്കളെ, ഞാനൊന്നും വരുന്നില്ല, നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഇല്ലേ, അവരെ വിളിച്ചുകൊണ്ട് പോയാൽ മതി. അമ്മ അത് പറഞ്ഞാൽ പറ്റത്തില്ല, അമ്മയും കൂടെ വന്നേ പറ്റത്തില്ല. കാരണം ഞാൻ എൻ്റെ എല്ലാ കാര്യം അമ്മയോട് പറയുന്നത്, അമ്മയും കൂടെ ഇല്ലെങ്കിൽ എനിക്ക് വല്ലാതെ മനപ്രയാസം അമ്മേ. ഇയോടാ എനിക്ക് മക്കളെ നീ അങ്ങ് പോ, ഞാൻ ഈ നിങ്ങളുടെ ബന്ധുക്കളെയൊക്കെ എടുത്ത് എനിക്കൊരു ജാള്യതയാണ്, എനിക്ക് പറ്റത്തില്ല. അമ്മയുടെ അനുഗ്രഹം എൻ്റെ പൊന്നിന് എപ്പോഴും ഉണ്ടാവും, നന്നായിട്ട് വരും. എടാ ഞാൻ വന്നാൽ മതിയോ? നീ വരണ്ട, തിന്നിട്ട് അവിടെ ഇരിക്കാനില്ലേ, അങ്ങോട്ട് പോകാതെ. ശരി മക്കളെ, ശരി. അമ്മ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. അമ്മയ്ക്ക് ആദ്യം ഏത് കേൾക്കണം? എന്തുവാടാ ഹാപ്പി ന്യൂസ്? നീ പാസ്സായോ എല്ലാത്തിനും? അമ്മ അതൊന്നും അല്ല അമ്മേ, അമ്മയ്ക്ക് ഹാപ്പി ന്യൂസ് കേൾക്കണം, ബാഡ് ന്യൂസ് കേൾക്കണം? ഹാപ്പി ന്യൂസ് പറ മക്കളെ. ഹാപ്പി ന്യൂസ്. അമ്മ നമ്മുടെ അപ്പുറത്തെ അപ്പു ഇല്ലേ അമ്മേ? അപ്പുന്റെ അമ്മ അപ്പുന്റെ പെണ്ണില്ലേ അമ്മേ? അപ്പുന്റെ പെണ്ണ് ഒളിച്ചോടി പോയി. ചിരിക്കമ്മേ, ആരുടെ കൂടെ ആ പെണ്ണ് പോയെന്നറിയാമോ? അന്ന് ഒരുത്തനെ കൊണ്ട് അവൻ ഇവിടെ വന്നില്ലേ, ഒരു കൂട്ടുകാരൻ, അവന്റെ കൂടെ പോയി. അയ്യോ പാവം പയ്യന്. എടാ ഒരാൾക്ക് നാശം വരുന്നത് കാണുമ്പോൾ നീ ചിരിക്കുവാന്ന് വരുന്നത്? ആ എനിക്ക് സന്തോഷമാ. അമ്മയില്ലേ പറഞ്ഞേ, അവനെ കണ്ടുപിടി, അവന്റെ കാലുകടി വെള്ളം കുടിക്കുക, അവന്റെ അത് കുടിക്കുക ഇത് കുടിക്കുക എല്ലാം പറഞ്ഞല്ലോ. അവസാനം എന്നെ ഇങ്ങനെ ആക്കിയില്ലേ. ഇപ്പൊ എനിക്ക് സന്തോഷം വരുന്ന സമയത്ത് ഞാൻ സന്തോഷിക്കും, ചിരിക്കും. എന്തോ ബാഡ് ന്യൂസ്? എന്തുവാ ബാഡ് ന്യൂസ്? അമ്മേ, അവനൊരു 3-4 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി കിട്ടി അമ്മേ. അയ്യോ പാവം ചെറുക്കും, കഷ്ടപ്പാടിനെല്ലാം ഫലം ഉണ്ടായല്ലോ, ദൈവം കാത്തു. നിനക്കെന്തോടെ എത്ര വിഷമം? അയ്യോടിയേ, എനിക്ക് സങ്കടം വരുന്ന കാര്യമാ അത്. എടാ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടാ നീ. ഒരു മനുഷ്യന് നല്ലത് കാണാൻ നീ സമ്മതിക്കത്തില്ല, കുശുംബൻ. മാറാ. കുശുമ്പനോ? അശു കുശു വെടിപ്പുക അണ്ണൻ തുമ്പി. ഓമനാമേ, ഓമനാ എന്തുവാടേ? എടേ സ്വീറ്റ്സ് കൊടുക്കാമോ? നിങ്ങളുടെ അമ്മ എന്തി? അമ്മയുണ്ട്. എന്തുവാ? എനിക്ക് ജോലി കിട്ടിയടേ. അറിഞ്ഞ നീ ഇതെല്ലാം കൊണ്ടത് ഇങ്ങോട്ട് എടുത്തോണ്ട് വരുന്നേ? സാധാരണ എനിക്ക് എന്ത് നല്ല കാര്യം വന്നാലും ഞാൻ ഇങ്ങോട്ടല്ലേ ആദ്യം ഓടി വരുന്നത്, അതുകൊണ്ടാണ് വന്നത്. എടാ ഇതെല്ലാം നീ ഞങ്ങളുടെ അമ്മയെ കൊണ്ട് കനപ്പിക്കാൻ, നിന്റെ അമ്മയ്ക്കൂടെ 2 കൊടു. അത് ഞാൻ നോക്കിക്കോളാടേ. നിന്റെ അമ്മ എന്തി? നീ കൊടുക്കണേ, ഞാൻ കൊടുത്തോളാം. എനിക്ക് ഞാൻ വിളിക്കാം. അതൊരു കാര്യം, നീ കൂടെ നമുക്ക് ഒരുമിച്ചോ. വാ. ശമ്പള ശിപ്പിഷേ വളകൻ ഭണ്ഡാര ഹരഹേട്ട ഭരഹേട്ട ഹരഹേട്ട. ഓം ശാന്തി 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 ശാന്തി. അവന്റെ കയ്യും കാലും ഒടിയട്ടെ. നേരത്തെ എന്നെ സഹായിച്ചതുപോലെ എന്റെ കുട്ടിക്കാട്ടിൽ കുട്ടിച്ചാത്താ എന്നെ സഹായിക്കണേ. അവന്റെ ജോലി പോണേ, എന്തോ നടന്നാലും അവന്റെ ജോലി പോണേ. അമ്മ എന്തുവാ ഇത്? അപ്പോ മോനെ നീയോ? മക്കൾക്ക് നല്ല ജോലി കിട്ടി, മക്കള് നല്ല നിലയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നം അമ്മയെ ചെയ്തത് കണ്ടില്ലേ? പിന്നെന്തിനാ എൻ്റെ ഫോട്ടോയൊക്കെ തിണ്ടി വിട്ടേക്കുന്നേ?
എൻ്റെ മക്കൾക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ, മനസ്സിലായോ? അല്ലാതെ കൂടോത്രമൊന്നുമല്ല. ആ ശരി മോനെ, ശരി കാണാം, ശരി കാണാം. എൻ്റെ കുട്ടിക്കാട്ടിൽ താത്തന്മാരെ, എതിരാളികൾക്ക് അവനെ ഇടിക്കാൻ നല്ല ശക്തി കൊടുക്കണേ, അവൻ്റെ മൂക്കിൻ്റെ പാല ഒടിച്ച് തീർപ്പിക്കണേ. ശരി മക്കളെ. ആ എൻ്റെ കുട്ടിക്കാട്ടി ചാത്തന്മാരെ, അവ സമ്പാദിച്ച് വണ്ടി വാങ്ങിക്കാൻ വെച്ചേക്കുന്ന പൈസ എങ്ങനെയെങ്കിലും താവിട് പൊടിയായിട്ട് പോണേ. അമ്മയുടെ അനുഗ്രഹം എൻ്റെ പൊന്നിന് എപ്പോഴും ഉണ്ടാവും. നന്നായിട്ട് വരും. എൻ്റെ കുറ്റിക്കാട്ടി ചാത്തന്മാരെ, ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണേ, ആ പെണ്ണും കണ്ടെങ്കിലും കൂടെ ഒളിച്ചോടി പോണേ, അല്ലെങ്കിൽ ഇവൻ്റെ തന്ത ചത്ത് പോണേ, ഭഗവാനേ. മനസ്സിലായി. എന്തോ കാര്യം ഉണ്ടായാലും ആദ്യമേ നിങ്ങളോട് വന്ന് പറയുന്നത് ഞാൻ സ്വന്തം അമ്മയെ പോലെ കണ്ടോണ്ട് ഇല്ലേ. ഇപ്പം എനിക്ക് ഇത്രയും നാൾ ഒന്നും നടക്കാഞ്ഞത് നിങ്ങളുടെ ഈ പ്രാക്ക് കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചുമ്മാ അല്ല ഇവനിങ്ങനെ നിൽക്കുന്നത്. ഈ കാണിച്ചെൻ്റെ പാതി എഫേർട്ട് പോരായിരുന്നു അമ്മ, എനിക്കൊരു ജോലി കിട്ടാനും എൻ്റെ സപ്ലി പാസ്സാവാനും. അതിലൊരു ത്രില്ലല്ലേ മക്കളെ. എൻ്റെ മോൻ നന്നായില്ലേലും വേണ്ടൂല, മറ്റവ നന്നാവരുത്, അത്രയും അമ്മ ചിന്തിച്ചോളൂ. പക്ഷെ പണി ചെറുതായിട്ടൊന്നും പാളി.